ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് താമസിച്ചായിട്ടോ ഞാൻ എണീറ്റ് വന്നിട്ടുള്ള ഒരു 7:30 7:45 ആയിട്ടോ ഒന്ന് എണീറ്റ് വന്ന്. ആദ്യം തന്നെ ഞാൻ കാപ്പി അനത്തി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കട്ടൻ കാപ്പി. അതിന് ശേഷം ഇന്ന് നമുക്ക് ദോശ കേട്ടോ. അപ്പോൾ ഇന്നലെ ഇഡലിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം ഇഡലി ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് ദോശയായിരിക്കും കേട്ടോ. മാവ് ഇച്ചിരി കൂടെ കൂടുതലുണ്ടെങ്കിൽ പിറ്റേ ദിവസം മസാല ദോശ പോലെ ആക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചമ്മന്തിയാണ്, അതിനുള്ള കടുകൊക്കെ പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ഏട്ടൻ എനിക്ക് തേങ്ങ തിരുമ്മി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തേങ്ങ തിരുമുന്ന കാര്യം മടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഏട്ടനും മടിയുള്ള കാര്യമാണ്, എന്നാലും ആൾ തിരുമ്മിയൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇന്നും എണീറ്റ് വന്നിട്ട് തേങ്ങയൊക്കെ തിരുമ്മി തന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചമ്മന്തിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചുമല കളർ ചമ്മന്തി കേട്ടോ. ഇവിടെ ചുമല കളർ ചമ്മന്തി, വെള്ള കളർ ചമ്മന്തി എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കുറുക്കി കേട്ടോ, ഒരുപാടങ്ങ് നീട്ടിയില്ലേ. ഇവിടെ ആണെങ്കിൽ ദോശയ്ക്ക് ചമ്മന്തിയൊക്കെ ഏറെ വേണം, പക്ഷേ എപ്പം ഞാൻ നീട്ടിയാലും ഇച്ചിരി അധികമായി പോകും കേട്ടോ. പിന്നോട്ട് ആരും തിന്നത്തില്ല. തേങ്ങയ്ക്കൊക്കെയാണ് ഭയങ്കര വിലയാണ് താനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറുക്കി എടുത്ത് കേട്ടോ. തികഞ്ഞാലും തികഞ്ഞില്ലെങ്കിലും അത്രയും മതി എന്നുള്ള ഇതിൽ ഞാൻ കുറുക്കി എടുത്ത് കേട്ടോ. ചേട്ടനും കാർത്തിക്കും നന്നായിട്ട് ചമ്മന്തി വേണം കേട്ടോ. അതിനുശേഷം ഞാൻ ചായ തിളപ്പിച്ച് അതും കൂടെ ഞാൻ കുടിക്കാനായിട്ട് പോകട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചു. അങ്ങനെ ചായ ഞാൻ ഊറ്റി കേട്ടോ. അപ്പം രാവിലെ എണീറ്റ് വന്ന ഒരെണ്ണം കാപ്പി കുളിക്കും കേട്ടോ, കട്ടൻ കാപ്പി. പിന്നെ കുറേ സമയം പണിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ചായയും കൂടെ കുടിച്ചാലേ ഞാനൊരു കറക്റ്റായിട്ടൊരു ഉഷാറിലോട്ട് അങ്ങോട്ട് എത്തത്തുള്ളൂ കേട്ടോ. പിന്നെ ചോറുണ്ടില്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതിനുശേഷം മീനൊക്കെ വന്നു, ഓടിപ്പോയി മീനൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം ഇന്ന് നല്ല മത്തി കേട്ടോ. മത്തി ആയതുകൊണ്ട് തന്നെയാണ് ഓടിപ്പോയി അങ്ങ് മേടിച്ചത്. അല്ല ഞായറാഴ്ച പൊതുവെ അങ്ങനെ മത്തിയൊന്നും മേടിക്കാറില്ല, മീൻ മേടിക്കാറില്ല കേട്ടോ. അങ്ങനെ മത്തിയും മേടിച്ചു, നമ്മുടെ പാരമീനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടും ഇരുന്ന് കുത്തിയിരുന്ന് അങ്ങ് വെട്ടിയെടുത്തു. അപ്പോൾ ഇനി ഒരു മീനെടുത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഇവിടെ മത്തി എന്ന് പറഞ്ഞാൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മത്തി പീരയും വെക്കണം, അതുപോലെ തന്നെ വറക്കണമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മത്തി പീര വെക്കുമ്പോഴത്തേക്കിന് രസം ഇവിടെ മസ്റ്റാണ് കേട്ടോ. എൻ്റെ കാർത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രസവും മത്തി പീരയും. അങ്ങനെ ആളും പറഞ്ഞു രസം വെക്കണമെന്ന്, ആദൂട്ടിക്ക് മറ്റേ മീനും വറുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാ ഓർഡറുകൾ കേട്ടിട്ട് ഞാൻ മീനെല്ലാം ഒന്ന് കഴുകി എടുക്കും കേട്ടോ. അപ്പം നമുക്കിപ്പോൾ കറി വെക്കാനുള്ളതും വറക്കാനുള്ളതൊക്കെ എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു പീര കേട്ടോ വെക്കുന്നത്. അപ്പോൾ തേങ്ങയും മുളകും പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് കല്ലിലൊന്ന് ചതച്ചാട്ടോ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പുളി, ആവശ്യത്തിനുള്ള പുളി, മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ ലേശം കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേശം അങ്ങ് അരിഞ്ഞും പോയി കേട്ടോ. അത്രയൊന്നും അരയണ്ട. എപ്പോഴും ഞാൻ മിക്സിയിലൊന്നും ഇടാറില്ല, കൈ കൊണ്ട് തന്നെ ഞരടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ലേശം ഒന്ന് മിക്സിയിൽ ഇട്ടൊന്ന് ഉള്ളിയും എല്ലാം ഒന്ന് ചതയാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. പക്ഷേ ലേശം അങ്ങ് അരഞ്ഞു പോയി. അപ്പോൾ മീനും കൂടി ഇട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നേരെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ നമ്മുടെ രസം കിടന്ന് റെഡി ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ മീനെല്ലാം ഒന്ന് വറക്കാനുള്ളതൊക്കെ ഒന്ന് പുരട്ടി വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിയൊക്കെ വെച്ചിട്ട് വരുമ്പോഴത്തേക്കിനും അതവിടെ സെറ്റായിട്ടിരുന്നോളുമല്ലോ. അങ്ങനെ മീനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക കേട്ടോ. ഞാൻ ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആ ഒരു വെള്ളത്തിൽ തന്നെ അങ്ങ് മീനിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ വെള്ളത്തിൽ തന്നെ അങ്ങ് എല്ലാം കൂടി ഒന്ന് കുഴച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചോറിടാൻ പോവാം കേട്ടോ. ചോറ് നമ്മൾ കുക്കറിലാണ് ഇടുന്നത്. അപ്പോൾ കുക്കറിലോട്ട് ചോറിടാൻ പോവാം കേട്ടോ. നമുക്ക് ഇരുനാഴിയും കുറച്ച് അരിയും കൂടെ പറയും, നാഴിക്ക് 2 നാഴിയും പിന്നെ കുറച്ചും കൂടെ മതി കേട്ടോ അരിയെ. അത് രാവിലെ വെച്ചാലും വൈകിട്ടും 2 നാഴി ഇട്ടാൽ തന്നെ രാവിലെയും വൈകിട്ടും ആയിക്കോളും. അങ്ങനെ കുക്കറിനകത്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനെല്ലാം അവിടെ ഏകദേശം റെഡിയായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ലേശം നല്ല വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ മീൻ പീര അവിടെ റെഡി ആയിട്ടുണ്ട്
എടുത്തിട്ടുണ്ട്. ഒരുപാട് മീൻ അങ്ങനെ വെള്ളം അതായത് തോർത്തി അങ്ങ് എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് പീരെ വെള്ളം കൂടി ഇട്ടിട്ടാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ അതേ രസത്തിലേക്ക് നമ്മൾ കടുകും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു, ലേശം മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രസവും അവിടെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി. പിന്നെ ഇനി നമുക്ക് മീൻ വറക്കാനായിട്ടോ ഉള്ളത്. അതിനായിട്ട് നമ്മൾ ചട്ടിയെല്ലാം വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. മീൻ അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഞാൻ മീനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ മീനെ കുറച്ച് ഏറെ അങ്ങ് വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് നമുക്ക് ഒരിടത്ത് പോകേണ്ട കൊണ്ട് ഇനി വൈകിട്ട് വന്നിട്ട് വറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഏറെ മീൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു ട്രിപ്പും കൂടെ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അകത്തെ പരിപാടി മീനും എല്ലാം ഏട്ടനെ ഏൽപ്പിച്ച് വെച്ച് ഞാൻ പുറത്തോട്ട് വന്നു കേട്ടോ. അപ്പം കുറച്ച് തുണി പുറത്ത് കഴുകാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ചപ്പൊക്കെ ആയപ്പോൾ അവിടെയൊക്കെ ഒന്ന് തൂത്തിടുക കേട്ടോ. അപ്പോൾ ദേ വണ്ടി എടുത്തിട്ട് എൻ്റെ പുറകെ തന്നെ നടപ്പുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടി നമ്മുടെ കാലെ മുട്ടിച്ച് എൻ്റെ കാലിൻ്റെ പുറകെല്ലാം മുറിഞ്ഞിരിക്കും കേട്ടോ. ഇങ്ങനെ പെരയ്ക്കകത്തോടൊക്കെ ഓടിച്ച് വന്ന് നമ്മുടെ പുറകിലോട്ടങ്ങ് ഇതാക്കും കേട്ടോ. അപ്പോൾ കാർത്തി ഇടയ്ക്ക് പഠിക്കുന്നുണ്ട്, എണീറ്റ് വരുന്നുണ്ട്. ഏട്ടന് ദേ എൻ്റെ ഒപ്പം ഇവിടെ വന്ന് നിൽപ്പുണ്ട്, എല്ലാവരും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ദേ പുറകുവശവും എല്ലാം ഒന്ന് തൂത്തു. ഇപ്പം മഴയാണല്ലോ, വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് പുറകുവശം അങ്ങനെ വലുതായിട്ടൊന്നും തൂക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവർ വന്ന് തേങ്ങയൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊതുമ്പും കാര്യങ്ങളും എല്ലാം അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് ഒന്ന് കത്തിക്കാനായിട്ടൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ കത്തിക്കാനും പറ്റൂല, മഴ കാരണമായതുകൊണ്ട് കത്തിക്കാനും പറ്റൂല കേട്ടോ. അങ്ങനെ ദേ നമ്മൾ തുണി അലക്കാനായിട്ട് പോവാട്ടോ. തുണി അലക്കാനൊന്നുമില്ല, കഴുകിയ തുണിയായിരുന്നു കേട്ടോ. ഞാൻ അതിനകത്ത് പശ മുക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് പശ മുക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിങ്ങനെ കോട്ടൻ്റെ പോലത്തെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പശ മുക്കിയിൽ തളുതളാന്ന് കിടക്കും കേട്ടോ. അതെനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് മുക്കി കഴുകി ഇടാമെന്ന് വിചാരിച്ചു. സ്റ്റിഫൻ ഷാൻ മുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പം കവറിനകത്ത് മേടിക്കും, കുപ്പിക്കകത്ത് മേടിക്കും കേട്ടോ. കവറാണ് എനിക്ക് കുറച്ചും കൂടെ ലാഭമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ എനിക്കത് പൊട്ടിച്ച് എടുത്ത് ഒഴിക്കാനുള്ള മടിയും കൊണ്ട് ഞാൻ ഈ വട്ടം പോകുമ്പം സാധനം മേടിക്കുമ്പോൾ അത് കുപ്പി മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ തുണിയെല്ലാം ഞാൻ മുക്കിയെടുത്ത് നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു സമയത്ത് ഫ്രണ്ടിൽ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലോട്ട് വിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനെ കഴുകിയതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അതെല്ലാം ഉണങ്ങിയതെല്ലാം എടുത്ത് കൊണ്ടുവെക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ആദൂട്ടി എൻ്റെ പുറകെ തന്നെ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു വെയിലത്ത് നമ്മൾ തുണിയെല്ലാം വിരിച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന്, വൈകുന്നേരമല്ല ഒരു ഉച്ച 12 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് അങ്ങ് മങ്ങിയ പോലെ ആകും കേട്ടോ. ഈ മഴക്കാറിൻ്റെ ഒരു ഇതാവും. അതുകൊണ്ട് പിന്നെ ഉണങ്ങത്തില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്തിടണം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വൈകിട്ട് വാഷിംഗ് മെഷീനിൽ തുണി അലക്കി അങ്ങ് ഇടും. എന്നിട്ട് രാവിലെ പെട്ടെന്ന് തന്നെ എടുത്ത് അങ്ങ് ഇടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലത്തെ ആ ഒരു വെയിലും കൊണ്ട് തന്നെ അതെല്ലാം അങ്ങ് ഉണങ്ങി കിട്ടും. അങ്ങനെ ദേ നമ്മൾ തുണിയെല്ലാം വിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ തുണിയെല്ലാം വിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. അമ്മയെ വിശക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാർത്തൂട്ടി. ഏട്ടനെ ഞാൻ മീനൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയിട്ട് ഞാൻ തന്നെ വന്നിട്ട് വേണമായിരുന്നു പിന്നെ അത് കോരി എടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ മീനെല്ലാം കോരി എടുത്ത് കേട്ടോ. അങ്ങനെ ചോറൂണെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നമുക്കൊന്ന് പുറത്ത് പോകേണ്ടതുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 2 കല്യാണം ഉണ്ടായിരുന്നു. ഒന്ന് നാട്ടിലും ഉണ്ടായിരുന്നു, ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയി. അങ്ങനെ പോയി കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ ലുലു മാളിലോട്ടാണ് കേട്ടോ പോയത്. ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്, ഒരു മഴക്കാറിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഭയങ്കരമായിട്ട് മൂടി നിൽക്കുക കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ലുലു മാളിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഈ വട്ടം നമ്മൾ കാറിലാണ് കേട്ടോ പോയത്. നമ്മുടെ വണ്ടി സ്കൂട്ടർ പണിയാനായിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. സർവീസിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ദേ കാറ് പാർക്ക് ചെയ്യുന്നിടത്തോട്ട് പോവാം കേട്ടോ. അങ്ങനെ ഇവിടെ എപ്പോൾ വന്നാലും നമ്മൾ ഏറ്റവും മണ്ടയ്ക്ക് പോയിട്ടാട്ടോ പാർക്ക് ചെയ്യേണ്ട വരുന്നത്. ഈ വട്ടവും നമുക്ക് പണിക്ക് അങ്ങനത്തെ തന്നെ പണിയാണ് കേട്ടോ കിട്ടിയത്. നമ്മളോർത്ത് താഴെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു ഒന്ന് കൊതിച്ചായിരുന്നു താഴോട്ട് കയറ്റി. അതായത് ഈ ഫ്രണ്ടിലത്തെ വണ്ടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് നമ്മൾ വിചാരിച്ചു നമ്മൾ
നമ്മളും അവിടെ ആയിരുന്നു, പക്ഷേ ഇല്ലായിരുന്നു. നേരെ മുകളിലോട്ട് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഏറ്റവും മണ്ടേ ചെന്നിട്ടാണ് കേട്ടോ വണ്ടി ഇട്ടത്. എപ്പോൾ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏട്ടൻ അത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇടുന്നത്. അങ്ങനെ നമ്മൾ മണ്ടേ പോയി വണ്ടിയൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് നേരമൊക്കെ അതിനകത്ത് കറങ്ങി തിരിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ